നമസ്കാരം. പ്രധാന വാർത്തകൾ. ചേർത്തലയിൽ വാഹനാപകടം, 2 യുവാക്കൾ മരിച്ചു. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന് മുന്നിൽ ബൈക്കും KSRTC ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ചേർത്തല നെടുമ്പ്രക്കാട് സ്വദേശികളായ നവീൻ, ശ്രീഹരി എന്നിവരാണ് മരിച്ചത്. ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ഗുരുതര വൈകല്യത്തോടെ ജനിച്ച നവജാത ശിശുവിനെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിച്ചു. സ്കാനിംഗ് പിഴവ് ആരോപണമുയർത്തി സ്വകാര്യ ലാബുകളിലേക്ക് DYFI പ്രവർത്തകരുടെ മാർച്ച്. ചേർത്തലയിൽ നിന്നും കമ്പത്തേക്ക് KSRTC ബസ് സർവീസ് തുടങ്ങി. മന്ത്രി P. പ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആലപ്പുഴ പുലയൻവഴി മാർക്കറ്റിലെ മത്സ്യത്തൊഴിലാളികളെയും കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യം PDP ആലപ്പുഴ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വിശദമായ വാർത്തയിലേക്ക്. ചേർത്തലയിൽ വാഹനാപകടം, 2 യുവാക്കൾ മരിച്ചു. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന് മുന്നിൽ ബൈക്കും KSRTC ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ചേർത്തല നഗരസഭ 4-ാം വാർഡിൽ പുതുവൽ നികരത്തിൽ രമേശന്റെയും ലളിതയുടെയും മകൻ അമ്പാടി എന്ന് വിളിക്കുന്ന 24 വയസ്സുള്ള നവീൻ, സാന്ദ്ര നിവാസിൽ വിജയപ്പന്റെയും ശോഭയുടെയും മകൻ 24 വയസ്സുള്ള ശ്രീഹരി എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരത്തു നിന്നും മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റും ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ഗുരുതര വൈകല്യത്തോടെ ജനിച്ച നവജാത ശിശുവിനെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിച്ചു. അതേസമയം സ്കാനിംഗ് പിഴവ് ആരോപണമുയർന്ന സ്വകാര്യ ലാബുകളിലേക്ക് DYFI പ്രവർത്തകർ മാർച്ച് നടത്തി. ആലപ്പുഴ ലജനത്ത് വാർഡ് സ്വദേശികളായ അനീഷ് മുഹമ്മദ്, സുറുമി ദമ്പതികളുടെ 3ാമത്തെ കുഞ്ഞാണ് അപൂർവ വൈകല്യങ്ങളോടെ ജനിച്ചത്. ഗർഭകാലത്ത് 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും വൈകല്യങ്ങൾ കണ്ടെത്താനായിട്ടില്ല എന്നാണ് പരാതി. സുറുമിയുടെ പരാതിയിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെയും സ്വകാര്യ ലാബിലെയും 4 ഡോക്ടർമാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം സ്കാനിംഗ് പിഴവ് ആരോപണം നേരിടുന്ന ലാബുകളിലേക്ക് DYFI പ്രവർത്തകർ മാർച്ച് നടത്തി. DYFI ആലപ്പുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപത്തെ ലാബുകളിലേക്കാണ് മാർച്ച് നടത്തിയത്. ഒരു ലാബിന്റെ ബോർഡ് DYFI പ്രവർത്തകർ അടിച്ചു തകർക്കുകയും ചെയ്തു. DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി ശ്രീജിത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന, മനുഷ്യത്വമില്ലാത്ത ലാഭകുതിയന്മാരുടെ സ്വഭാവമാണ് ഈ സ്വകാര്യ ലാബുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വകാര്യ മാനേജ്മെന്റുകളുടെ നേതൃത്വത്തിൽ വലിയ രൂപത്തിലുള്ള പകൽ കൊള്ളയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ ജീവനേക്കാൾ വലുത് തങ്ങളുടെ ലാഭമാണെന്നും ആ ലാഭത്തിന് വേണ്ടി ഒരു മനുഷ്യ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നാലും നഷ്ടമില്ലെന്നുമുള്ള ഏറ്റവും വൃത്തിഹീനവും നികൃഷ്ടവുമായ ചിന്തയാണ് ഈ ലാബ് മുതലാളിമാരെ ആകെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പമുണ്ടായ അവസ്ഥയെ സംബന്ധിച്ചുള്ള പരാതികൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് മുന്നാലെയായി ഒട്ടനവധിയായ പരാതികളുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം അനീഷും സുറുമിയും ദമ്പതികളുടെ പുതിയൊരു കുട്ടിയെ കാണാനുള്ള അവരുടെ സ്വപ്നത്തിനെ ആകെ കരിനിഴലിട്ടുകൊണ്ടാണ്. ചേർത്തലയിൽ നിന്നും കമ്പത്തേക്ക് KSRTC ബസ് സർവീസ് തുടങ്ങി. മന്ത്രി P. പ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു.
അരുവിക്കുറ്റി വഴി വൈറ്റില വഴി കമ്പത്തിനുള്ള ബസ് സർവീസ് ചേർത്തലയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഡിസംബർ 2 മുതൽ ഒരു സ്ഥിരം സർവീസായിട്ട് അത് മാറുകയാണെന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഈ മേഖലയിലുള്ള ആളുകൾക്ക് ദീർഘദൂര സർവീസുകൾ അനിവാര്യമാണ് എന്നുള്ള ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേർത്തല അരൂർ മണ്ഡലങ്ങളിലെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന തരത്തിലേക്ക് ഇത്തരത്തിലൊരു ബസ് സർവീസ് ആരംഭിച്ചത്. ആദരണീയനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിന് മുമ്പാകെ നമ്മൾ ആവശ്യപ്പെട്ട അനുസരിച്ചിട്ടാണ് ഇങ്ങനൊരു കമ്പം സർവീസ് ചേർത്തലയിൽ തുടങ്ങാം എന്ന് അദ്ദേഹം സമ്മതിച്ചത്. അദ്ദേഹത്തോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് സാധാരണക്കാരെ ആളുകൾ ഇന്നും നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിനാണ് അല്ലെങ്കിൽ നമ്മുടെ KSRTC ആണ് യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത്. മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാത്തവർ ദീർഘദൂര യാത്ര അനിവാര്യമാവുന്ന അവസരത്തിൽ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏക ഒരു ഇടം എന്നല്ലെങ്കിൽ ഏക സംവിധാനം എന്നുള്ളത് KSRTC ആണ്. അതുകൊണ്ട് KSRTCയെ നിലനിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. സർക്കാർ മാത്രമല്ല, സമൂഹം അപ്പാടെയും എല്ലാ പിന്തുണയും പിൻബലവും നൽകുമ്പോൾ മാത്രമേ സാധാരണക്കാരന് ആശ്രയിക്കാൻ കഴിയുന്ന ഏക സംവിധാനം എന്നിടത്ത് ഈ സംവിധാനം നിലനിന്ന് മുമ്പോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് ഈ വാഹനങ്ങൾ ഉപയോഗിക്കുക. ദീർഘദൂര യാത്രകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമായി നമുക്ക് ചേർത്തലയെ മാറ്റേണ്ടതുണ്ട്. ചേർത്തലയിൽ നിന്നും അരുക്കുറ്റി, വൈറ്റില, ആലുവ, കോതമംഗലം വഴിയാണ് കമ്പത്തേക്ക് സർവീസ്. മന്ത്രി P. പ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അരൂർ MLA ദിലീമ ജോജോ, ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ TS അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ പുലയൻ വഴി മാർക്കറ്റിലെ മത്സ്യത്തൊഴിലാളികളെയും കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കുന്ന ആവശ്യം PDP ആലപ്പുഴ നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നൂറ് വർഷം പഴക്കമുള്ള പുലയൻ വഴി മത്സ്യ മാർക്കറ്റ് പൊളിക്കുന്നതിനുള്ള നടപടി പുത്തൻകാട് പള്ളി അധികാരികൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 1 വരെ മാത്രമേ പുലയൻ വഴി മത്സ്യ മാർക്കറ്റ് പ്രവർത്തിപ്പിക്കാൻ കോടതി അനുമതി നിലവിലുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ തെരുവിലേക്ക് ഇറങ്ങുന്ന പ്രായമായവരും ക്യാൻസർ രോഗികളും സ്ത്രീകളും അടങ്ങുന്ന മത്സ്യത്തൊഴിലാളികളും അതിനെ ആശ്രയിക്കുന്ന കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പുലയൻ വഴി മത്സ്യ മാർക്കറ്റിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും സംഘടിപ്പിച്ച് PDP മുല്ലാത്ത് വാർഡ് കമ്മിറ്റി ആലപ്പുഴ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് മുനിസിപ്പൽ കൗൺസിലർ രതീഷ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ പുലയൻ വഴി മാർക്കറ്റ് അതിനൊരു ചരിത്ര പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് ചരിത്രപരമായി നടക്കാൻ ഉപയോഗിച്ചിരുന്നൊരു വഴി കൂടെയാണ്. പക്ഷെ അതിനു മുമ്പേ നമ്മളൊന്ന് ബാക്കിലേക്ക് പരിശോധിക്കുമ്പോൾ ഇവിടെ ദ്രാവിഡ സമൂഹം രാജ്യം ഭരിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. കാലക്രമേണയാണ് പുലയൻ വഴിയായി മാറിയെങ്കിലും ചരിത്രപരമായ ഒരു വഴി കൂടെയാണ് പുലയൻ വഴി. ആ പുലയൻ വഴിയിൽ ഏകദേശം 100 വർഷത്തിന് മേൽ പഴക്കമുള്ള മത്സ്യ മാർക്കറ്റല്ല, പച്ചക്കറി അടക്കമുള്ള മറ്റ് ഇതര വസ്തുക്കൾ വിൽക്കുന്ന മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ 70 വർഷമായി അവിടെ കച്ചവടം ചെയ്യുന്നവരുണ്ട്, 50 വർഷമായി കച്ചവടം ചെയ്യുന്നവരുണ്ട്. ആ കച്ചവടം മാത്രം അറിയുന്ന അമ്മച്ചിമാർ, അച്ഛന്മാർ, മറ്റ് സംവിധാനങ്ങളിൽ നിരന്തരായ നമുക്കറിയാം രോഗം ബാധിച്ച, ക്യാൻസർ അടക്കം ബാധിച്ച അമ്മച്ചിമാരടക്കമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തൊഴിൽ പുനരധിവാസ സംവിധാനങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു ദുഷ്കരമായ കാര്യമാണ്. PDP അമ്പലപ്പുഴ മണ്ഡലം സെക്രട്ടറി നൌഷാദ്, PTUC സംസ്ഥാന വൈസ് ചെയർമാൻ ഗഫൂർ കോയമോൻ, PDP ആലപ്പുഴ ടൗൺ സെക്രട്ടറി ഹാരിസ് കോയക്കുട്ടി, ഹാഷിം മുല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ അസോസിയേഷൻ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ശിലാസ്ഥാപനം ചേർത്തലയിൽ നടന്നു. മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനവും നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. ഈ സംവിധാനം ശക്തമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. വിദ്യാർത്ഥികളിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. അവരെ മെച്ചപ്പെട്ട നിലയിലേക്ക് ജീവിതത്തിൽ മികവാർന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നതിനും ഉപകരിക്കുന്ന തരത്തിലുള്ള പരിശീലനമാണ് ഇതിൻ്റെ ഭാഗമായി ലഭ്യമാകുന്നത്. നമ്മുടെ ചെറുപ്പം വഴിതെറ്റുന്നു, പ്രയാസങ്ങളും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നു എന്നുള്ളത് എപ്പോഴും കേൾക്കുന്ന ഒരു വാചകമാണ്. പതിവായി കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നത് ഇതേപോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനം തന്നെയാണ്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന സംഘടനയ്ക്ക് നമ്മുടെ ഒരു തലമുറയെ, യുവതലമുറയെ ശരിയാം വണ്ണം വാർത്തെടുക്കാൻ
സഹായകമാവുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. ആധുനിക രീതികൾക്കനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ഒരുക്കുമ്പോൾ മാത്രമേ മെച്ചപ്പെട്ട ഒരു സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനെ നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്താൻ കഴിയുള്ളൂ. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. പട്ടക്കാട് ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KB ജിനേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനപ്രതിനിധികളായ TS അജയ്കുമാർ, ശോഭ ജോഷി, ചേർത്തല DEO രോഷ്ന അലിക്കുഞ്ഞ്, അഡ്വക്കേറ്റ് K രാധാകൃഷ്ണൻ, D ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. പ്രസിദ്ധ മരിയം തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളിപ്പള്ളിയിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ 425ാമത് ദർശന തിരുനാളിന് കൊടിയേറി. ആഴിതൻ തീരത്തെ ദേവാലയം തുമ്പോളി മാതാവിൻ പുണ്യഗേഹം നാനാമതസ്ഥരും ഏറ്റുപാടും തുമ്പോളിയമ്മ തൻ ഇമ്പനാമം ആഴിതൻ തീരത്തെ ദേവാലയം. തിരുനാൾ കൊടിയേറ്റിന് ഫാദർ ബെൻസി സെബാസ്റ്റ്യൻ കണ്ടനാട്ട് കാർമ്മികത്വം വഹിച്ചു. ഡിസംബർ 15 വരെ നടക്കുന്ന തിരുനാൾ ആഘോഷത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. ദേവാലയത്തിലേക്ക് എത്തുവാൻ തിരുനാൾ പ്രമാണിച്ച് പ്രത്യേക KSRTC സർവീസും ഒരുക്കിയിട്ടുണ്ട്. വൈക്കം കൊത്തവറ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ ദർശന തിരുനാളിന് ശനിയാഴ്ച കൊടിയേറും. നവംബർ 22 മുതൽ ഞങ്ങളുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള നൊവേനകൾ ആരംഭിച്ചു. ഡിസംബർ 1, 2, 3 തീയതികളാണ് ആഘോഷമായിട്ടുള്ള തിരുനാളിൻ്റെ തിരുക്രമങ്ങൾ. നവംബർ 30-ാം തീയതി വൈകിട്ട് 5:45 ഇടവവികാരി റവറൻ ഫാദർ ഷിജോ കൂനപ്പറമ്പൻ തിരുനാളിൻ്റെ കൊടിയേറ്റ് തിരുക്രമം നിർവഹിക്കുന്നു. ഡിസംബർ 1 ദിവ്യകാരുണ്യ ആരാധന തിരുക്രമങ്ങൾ രാവിലെ 6 മുൻ ഇടവവികാരി റവറൻ ഫാദർ ജോഷി വേഴപ്പറമ്പൻ മുഖ്യകാർമ്മികത്വം വഹിക്കുന്ന ദിവ്യബലിയോടുകൂടിയായിരിക്കും ആരംഭിക്കുക. പിന്നീട് യൂണിറ്റ് തലത്തിൽ ആരാധനയുണ്ടാകും. വൈകിട്ട് 6 മണിക്ക് റവറൻ ഫാദർ മനോജ് വടക്കേടത്തിൻ്റെ മുഖ്യകാർമ്മികം നടക്കുന്ന പൊതു ആരാധനയോടും ദിവ്യകാരുണ്യ പ്രദർശനത്തോടും കൂടി അന്നത്തെ ദിനം സമാപിക്കുന്നു. തുടർന്ന് വൈകിട്ട് കാഞ്ഞിരപ്പള്ളി അമല തിയേറ്റേഴ്സിൻ്റെ ഒരു ബൈബിൾ നാടകം തച്ചൻ ഞങ്ങളുടെ സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഡിസംബർ 2 വേസ്പര ദിനം. തിരുക്കർമ്മങ്ങൾ ഇടവയുടെ കോളേജ് ചാപ്പലിലാണ് വൈകിട്ട് 4:30 ആരംഭിക്കുക. റവറൻ ഫാദർ ജിമ്മി കർത്താനം, റവറൻ ഫാദർ റിജു വെളിയിൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു. റവറൻ ഫാദർ ജോസഫ് പള്ളാട്ടിയാണ് അന്ന് വേസ്പര ദിനത്തിൻ്റെ സന്ദേശം നൽകുക. തുടർന്ന് വളരെ ആഘോഷമായിട്ടുള്ള പ്രദക്ഷിണം കോളേജ് ചാപ്പിൽ നിന്നും ദേവാലയ അങ്കണത്തിലേക്ക് ആഘോഷമായിട്ടുള്ള പ്രദർശനം നടക്കുന്നു. അന്ന് ഈ പ്രദർശനത്തിന്റെ സമാപന ദിനത്തിലാണ് കപ്ലോൺ വാഴ്ച നടത്തുക. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇടവക വികാരി ഫാദർ ഷിജോ കോനുപറമ്പൻ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. ഡിസംബർ 1 ദിവ്യകാരുണ്യ ആരാധന, ലൈത്തോന്മാരുടെ വാഴ്ച, പൊതു ആരാധന എന്നിവ നടക്കും. ഡിസംബർ 3 പ്രധാന തിരുനാൾ ആഘോഷിക്കും. വൈകിട്ട് തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും നടക്കും. ചേർത്തല സെന്റ് മേരീസ് പാലസിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. മന്ത്രി P പ്രസാദ് പാലത്തിലെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്ന ചേർത്തല സെന്റ് മേരീസ് പാലത്തിന്റെ പുനർനിർമ്മാണം ദ്രുതഗതിയിലായി. മാർച്ച് മാസത്തിനുള്ളിൽ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് മന്ത്രിയും ചേർത്തല MLAയുമായ P പ്രസാദ് പറഞ്ഞു. സെന്റ് മേരീസ് പാലം ചേർത്തല ഏറ്റവും പ്രമുഖമായ പാലങ്ങളിലൊന്നാണ്. തോടുകളും പാലങ്ങളും ചേർത്തല പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവുമാണ്. സെന്റ് മേരീസ് പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു സ്റ്റോപ്പും പോയി ചില നിയമ തടസ്സങ്ങളുമെല്ലാം ഉണ്ടായത്. ആ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി ഇപ്പോൾ പണി വളരെ സ്പീഡിൽ മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് അതിൻ്റെ കോൺക്രീറ്റ് നടക്കുകയാണ്. ഫെബ്രുവരി അവസാനത്തോടുകൂടി പാലം പണി പൂർത്തിയാക്കി മാർച്ചിൽ തന്നെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. വളരെ വേഗത്തിൽ ഇപ്പോൾ ആ പ്രവർത്തികളെല്ലാം നടക്കുന്നുണ്ട്. ചില സാങ്കേതിക തടസ്സങ്ങളും മറ്റ് നിയമപരമായ ചില തടസ്സങ്ങളുമെല്ലാമാണ് പാലത്തിൻ്റെ പണിയെ ഒരു പ്രതിസന്ധിയിലേക്ക് ആക്കിയിരുന്നത്. ഇൻലാൻഡ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോപ്പ് നമ്പർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നമെല്ലാം തുടങ്ങിയത്. നിരവധിയായ മീറ്റിങ്ങുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 3 തവണ ഇതുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ ചേർന്നു.
നമ്മുടെ ജില്ലയിലുള്ള നിരവധിയായ പാലങ്ങളുടെ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടിലായത് എല്ലാം പരിഹരിക്കുന്നതിന് ആ യോഗങ്ങൾ കൊണ്ട് ഉപകരിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് 48% പണി പൂർത്തിയായിരുന്ന സെൻറ്റ് മേരീസ് പാലത്തിൻ്റെ പണി വീണ്ടും പുനരാരംഭിക്കുന്ന തരത്തിലേക്ക് എത്തിയത്. വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കെല്ലാം ഉണ്ടായി എങ്കിലും വളരെ വേഗത്തിൽ തന്നെ നല്ല ഉറപ്പുള്ള ഒരു പാലത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ കാര്യമാണ്. ഇനി വളരെ വേഗത്തിൽ ഈ വർക്കുകൾ മുമ്പോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റ് ചില പാലങ്ങൾ കൂടി, ചില പാലങ്ങൾ അപകടാവസ്ഥയിലുള്ള പാലങ്ങൾ നമ്മുടെ മണ്ഡലത്തിലുണ്ട്. ആ പാലങ്ങൾക്ക് കൂടി അനുമതി ലഭിച്ച് അതിൻ്റെ വർക്കിലേക്ക് നീങ്ങണമെന്നാണ്. ഇതിനെ പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും മറ്റ് പാലങ്ങളുടെ നിർമ്മിതിയിലേക്ക് എത്തുക. ചേർത്തല പട്ടണത്തിൽ ഒരു ഗതാഗതക്കുരുക്കും പ്രശ്നവും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് പൂർത്തിയായതിനു ശേഷം അടുത്തെത്തിക്കാം എന്ന് ആലോചിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ സെൻറ്റ് മേരീസ് പാലത്തിൻ്റെ പണി പൂർത്തിയാകും. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർച്ച് മാസത്തോടെ ഇതിന് ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ കഴിയും. ഫെബ്രുവരിയിൽ പണി പൂർത്തിയാക്കണം എന്നാണ് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കൂടാതെ ചേർത്തല മേഖലയിലെ പഴക്കം ചെന്ന എല്ലാ പാലങ്ങളും പുതുക്കിപ്പണിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആലപ്പുഴ സഹോദയയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന CBSE സ്കൂളുകൾക്ക് വേണ്ടി നടത്തുന്ന ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ 3 മുതൽ 6 വരെ വയലാർ പണിക്കവെട്ടിൽ സർ സെബാസ്റ്റ്യൻ സീനിയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഫാദർ ലിനോസ് പണിക്കവെട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുടെ കീഴിലുള്ള CBSE സ്കൂളുകൾക്ക് വേണ്ടി നടത്തുന്ന ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഡിസംബർ 3 മുതൽ 6 വരെ വയലാർ പണിക്കവീട്ടിൽ സർ സെബാസ്റ്റ്യൻ സീനിയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. ആലപ്പുഴയിലെ CBSEയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 70 സ്കൂളുകളിൽ നിന്നായി 51 ടീമുകൾ പങ്കെടുക്കുന്നു. 3 കാറ്റഗറി ആയിട്ടാണ് മത്സരം നടക്കുന്നത്. പെൺകുട്ടികൾ, 16 വയസ്സിൽ താഴെ പ്രായമുള്ള ആൺകുട്ടികൾ, 19 വയസ്സിൽ താഴെ പ്രായമുള്ള ആൺകുട്ടികളുടെ ടീം. 1 തീയതി 10 മണിക്ക് നമ്മുടെ മുൻ NP അഡ്വക്കേറ്റ് AM ആരിഫാണ് നിർവഹിക്കുന്നത്. കൂടെ ആശംസാ പ്രസംഗകരായി പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണത്തിനായി മുനിസിപ്പൽ ചെയർപേഴ്സൺ, പിന്നെ സ്ഥലത്തെ പ്രാദേശിക നേതാക്കന്മാരൊക്കെ ഉണ്ട്. അതിനുശേഷം വാലിഡിറ്റി നടക്കുന്ന 6-ാം തീയതിയാണ്. 6-ാം തീയതിയിലെ മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് ചേർത്തല ASP ഹരീഷ് ജെയിനാണ്. അദ്ദേഹമായിരിക്കും ട്രോഫികളൊക്കെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ 3-ാം തീയതി ഫ്ലാഗ് ഹോസ്റ്റും കൂടെ ആരംഭിക്കുന്നു. ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ലീനോസ് പണിക്കവീട്ടിലാണ്. അതുപോലെ ഫ്ലാഗ് ലോവറിംഗ് നടത്തുന്നതും 6-ാം തീയതി ഫാദർ ലീനോസ് തന്നെയാണ്. ആലപ്പുഴ CBSEയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 70 സ്കൂളുകളിൽ നിന്നായി 51 ടീമുകൾ പങ്കെടുക്കും. 3 കാറ്റഗറിയിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുക. 11 പെൺകുട്ടികളുടെ ടീമും 40 ആൺകുട്ടികളുടെ ടീമും മത്സരത്തിൽ പങ്കെടുക്കും. ടൂർണമെന്റിന് ശേഷം സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ കായികക്ഷമതാ പരിശീലനവും ദിവസം രാവിലെ 7 മണി മുതൽ സ്കൂൾ മൈതാനിയിൽ നടക്കും. ആലപ്പുഴ സഹോദയ സ്കൂൾസ് കോംപ്ലക്സ് പ്രസിഡന്റ് നൌഷാദ്, സെക്രട്ടറി ആശ യതീഷ്, ട്രഷറർ ഡയാന ജേക്കബ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ചേർത്തല മേഖലാ പൊതുസമ്മേളനം ചേർന്നു. മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരു സംഘടന എന്ന തരത്തിൽ സംഘടിപ്പിച്ച് അവരുടെ ക്ഷേമത്തിനായി, അവരുടെ ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനായി ഈ സംഘടന പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി ശബ്ദവും വെളിച്ചവും എന്നത് എല്ലാ കാലത്തും ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വെച്ചത് ഞാനിവിടെ നിന്ന് ആലോചിക്കുകയും ഇന്ന് ഈ ഉച്ചഭാഷണികൾ അല്ലെങ്കിൽ മൈക്സെറ്റ് എന്നൊക്കെ പറയുന്നത് വീടുകളിൽ പോലും ചെറിയ ചെറിയ മൈക്സെറ്റുകളുള്ള സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. മേഖലാ പ്രസിഡന്റ് പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹീം കുഴിപ്പുറം മുഖ്യ പ്രഭാഷണം നടത്തി. ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വേദിയിൽ അനുമോദിച്ചു. ചേർത്തല SN കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന OS സഞ്ജീവന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച സഞ്ജീവനം സംസ്കാരക സമിതി ഏർപ്പെടുത്തിയ കാവ്യ പുരസ്കാരം AV ശ്രീവാസിന് നൽകും. ചേർത്തല ശ്രീനാരായണ കോളേജിലെ മലയാള അധ്യാപകനായിരുന്ന പ്രൊഫസർ OS സഞ്ജീവ്, അദ്ദേഹത്തിൻ്റെ
സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും എല്ലാം കൂടെ ചേർന്നിട്ടാണ് സഞ്ജീവനം സാംസ്കാരിക സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപം കൊള്ളുന്നത്. അദ്ദേഹം മലയാളം അധ്യാപകൻ മാത്രമായിരുന്നില്ല, മറിച്ച് ഈ വിദ്യാർത്ഥികളെയൊക്കെ ഇത്തരത്തിൽ സാംസ്കാരികമായിട്ടും സാഹിത്യപരമായിട്ടൊക്കെയുള്ള അഭിരുചികളിലേക്ക് ഉയർത്തുന്നതിനും അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി ഒരു പുതിയ മൂവ്മെൻറ്റ് രൂപപ്പെടുകയായിരുന്നു. അത്തരത്തിൽ സാഹിത്യ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ എന്ന നിലക്ക് സംസ്ഥാന തലത്തിൽ തന്നെ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സഞ്ജീവനം എന്ന പേരിലൊരു സാഹിത്യ അവാർഡ് നടത്താനായിട്ട് തീരുമാനിച്ചത്. ഇതിൻ്റെ രണ്ടാമത് കാവ്യ പുരസ്കാരം ഈ വർഷം നമ്മുടെ ചേർത്തല വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ ബിരുദാനന്തര ഗവേഷക വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് സഞ്ജീവനം കാവ്യ പുരസ്കാരം. 10,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡിസംബർ 1 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം നൽകും. യുവ എഴുത്തുകാരൻ ലാസർ ഷൈൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആർക്ക് ഇത് കൊടുക്കുന്ന തരത്തിൽ തോന്നുന്ന തരത്തിൽ വളരെ മികച്ച തരത്തിലുള്ള ഒരുപാട് കവിതകളാണ് കിട്ടിയത്. അതിൽ നിന്ന് നമ്മൾ ഫൈനലൈസ് ചെയ്ത 10 കവിതകളാണ്. അതിൽ നിന്നാണ് ഏറ്റവും മികച്ച കവിതയായിട്ട് ശ്രീവാസിൻ്റെ ഭാഷയില്ലാത്തൊരപ്പൻ്റെ പേച്ച്. എത്രത്തോളം ഭാഷയിലും നമ്മുടെ നാടിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ പുതിയ തലമുറ എത്രത്തോളം അവരതിനെ മനസ്സിലാക്കുകയും അവരത് വിനിമയം ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരടയാളമായിട്ട് ഈ കവിത മാറുന്നുണ്ട്. അറിയിപ്പ്. ജപ്പാൻ കുടിവെള്ള പൈപ്പിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ചേർത്തല നഗരസഭ പള്ളിപ്പുറം, തണ്ണീർമുക്കം, മുഹമ്മ, കഞ്ഞിക്കുഴി, ചേർത്തല തെക്ക്, മാരാരിക്കുളം വടക്ക് എന്നീ പഞ്ചായത്തുകളിൽ ബുധനാഴ്ച വരെ ജലവിതരണം മുടങ്ങുമെന്ന് കേരള ജല അതോറിറ്റി തൈക്കാട്ടുശ്ശേരി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർത്തലയിൽ വാഹനാപകടം, 2 യുവാക്കൾ മരിച്ചു. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന് മുന്നിൽ ബൈക്കും KSRTC ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ചേർത്തല നെടുമ്പ്രക്കാട് സ്വദേശികളായ നവീൻ, ശ്രീഹരി എന്നിവരാണ് മരിച്ചത്. ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ഗുരുതര വൈകല്യത്തോടെ ജനിച്ച നവജാത ശിശുവിനെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിച്ചു. സ്കാനിംഗ് പിഴവ് ആരോപണമുയർത്തി സ്വകാര്യ ലാബുകളിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മാർച്ച്. ചേർത്തലയിൽ നിന്നും കമ്പത്തേക്ക് KSRTC ബസ് സർവീസ് തുടങ്ങി. മന്ത്രി P. പ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആലപ്പുഴ പുലയൻവഴി മാർക്കറ്റിലെ മത്സ്യത്തൊഴിലാളികളെയും കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യം PDP ആലപ്പുഴ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വിവാദങ്ങൾ സമാപിച്ചു. നമസ്കാരം.